എന്റെ പരമശിവനെ, പുഴുങ്ങിയ മുട്ടയുടെ തോട് പൊളിച്ചതുപോലുണ്ട്. ഇത്രയും വെള്ളം നിറവുള്ള ആരടാ ഇത്? ആരാണെങ്കിലും എന്താ ബോസ്, പാപം നന്നായിട്ട് വേർക്കുന്നു. ഞാൻ പോയി എന്റെ മുണ്ടുകൊണ്ട് അവളുടെ പുറമൊന്ന് തുടച്ചിട്ട് വരട്ടെ. നാറ്റുമടിച്ച് നെഞ്ചുവേദന ഒന്ന് ചാവാനാ. ബോസ്, അവളുടെ അരക്കെട്ടിൽ കണ്ടില്ലേ? വീട്ടിലെ പിള്ളേരെ പഠിപ്പിക്കാൻ പറയുമ്പോ ദൂരക്കാഴ്ചയില്ല, വയസ്സായി കാഴ്ച കുറഞ്ഞു എന്നൊക്കെ പറയുന്ന നീ ഒരു പെണ്ണ് പാതി തുണി നിന്നപ്പോ 500 അടി ദൂരെയായിട്ട് പോലും അവളുടെ അരക്കെട്ടിലെ മറകത്ത് കണ്ടുപിടിച്ചു. ആരടാ അവൻ? ചെടിയുടെ മൂട്ടി കളിക്കുന്ന കൂണ് പോലെ പെട്ടെന്ന് മുളച്ചു പൊങ്ങിയത്. ഏതോ കള്ളനായിരിക്കും ബോസ്, അരമന അടിച്ചു മാറ്റാൻ വന്നതായിരിക്കും. എന്റെ മുതൽ ആരടാ അടിച്ചു മാറ്റാൻ വരുന്നത്? ഇത് എന്റെ അമ്മൂമ്മയുടെ അധ്വാനമാടാ. ഇവനെ ഇന്ന് ഞാൻ കയ്യിൽ കല്ലെടുക്കുന്നു ബോസ്. ആരാ അത്? എന്നെക്കാളും ഫാസ്റ്റ് ആണല്ലോ ഉമ്മാര്. ബോസ്, കല്ലെറിഞ്ഞ് കളിക്കുക. കല്ലെറിഞ്ഞ് കളിക്കാൻ എന്തോടെ കുളവ കിണറോ മറ്റോ ആണോ? ഒരു കമ്പ് ഇങ്ങോട്ട് എടുക്കുക, അവന്റെ തലക്കിട്ടൊരെണ്ണം കൊടുക്കട്ടെ. വാടാ. ആരാ നിങ്ങള്? ഫോട്ടോ എടുക്കാൻ വന്നതാ. അതെ. ഫോട്ടോയോ? വൃത്തികെട്ടവന്മാര് കാണിച്ചു തരാം. നിങ്ങൾ എന്താണ് നിങ്ങൾ പറഞ്ഞത്? ഒന്ന് പറയട്ടെ, ഞാൻ അമ്മൂമ്മ പറഞ്ഞിട്ടില്ല. ഏയ്, നിക്കടാ അവിടെ. കള്ളൻ! കള്ളൻ! കള്ളൻ, ഓടി വാ. ഇങ്ങനെ പിടിച്ച ഒറിജിനൽ കള്ളന്മാർക്ക് പോലും രക്ഷപ്പെടാൻ മനസ്സേ വരില്ല. ഓടി വാ. വിടില്ലടാ നിന്നെ ഞാൻ. നിന്റെ കഥ കഴിഞ്ഞണം. കള്ളനാണ്, വിടല്ലേ, വിടരുത്. Excuse me, madam. ശരിക്കും കള്ളന്മാര് ഞങ്ങളാ. ഞങ്ങൾക്ക് അപ്രൂവൽ കിട്ടിയതാ. അല്ലല്ല, ഞാനാ ബോസ്. കള്ളന്മാരുടെ അപ്പൊ നിങ്ങളായിരുന്നോ? ആരെടാ? ഓടാ ഇവിടെ. കള്ളൻ! വിടല്ലേ. കുറച്ചുകൂടെ മുറുക്കെ പിടിക്കും മേഡം. കള്ളൻ! താറാവിനെ പിടിക്കുന്ന പോലല്ലേ അവള് പിടിച്ചിരിക്കുന്നത്. അവന്മാരെ സുഖിച്ചു നിന്ന് കൊടുക്കുക. ആരാ മോളെ ഇവരൊക്കെ? കള്ളന്മാര് ഇന്ന് വലയിൽ കുടുങ്ങി. ഞങ്ങളെ കണ്ട കള്ളന്മാരെ പോലെ തോന്നുന്നു. വീട്ടില് പാചക ജോലിക്ക് ആളെ വേണമെന്ന് അറിഞ്ഞിട്ട് വന്നതാ മുതലാളി. മുതലാളിയോ? ഞാനാ മുതലാളി. മതി മതി മതി, നിർത്ത്. അതെ, ജോലി അന്വേഷിച്ച് വരുമ്പോ ഒറ്റയ്ക്കല്ലേ വരേണ്ടത്? അതിന്റെ കൂടെ എന്തിനാ കൂട്ട്? പ്രധാനമായിട്ടും കൂട്ട് കലക്കുന്നത് ഞാൻ തന്നെയാ. പിന്നെ അതിന്റെ കൂടെ കടുകും കറിവേപ്പിലൊക്കെ ഇടാൻ 2 അസിസ്റ്റന്റുമാരും. അത്രേ ഉള്ളൂ. എന്തിനാ അസിസ്റ്റൻസ്? എന്റെ ദേഹത്ത് കല്ലെറിയണോ? കല്ലെറിഞ്ഞ ഞങ്ങളൊന്നുമല്ല, ഒരു പന്നിയെ പോലെ ജോലി കിട്ടിയില്ല. ഇനി അതിനെ കുറിച്ച് പറയുന്നത് ആരാ ഇവരൊക്കെ? ഞാനേ പുതിയതായിട്ട് ജോലിക്ക് വെച്ച പാചകക്കാരാ. നമ്മളിവിടെ 3 ദിവസമല്ലേ ഉള്ളത്. അരമന അശോക സാറിന് രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ പിന്നെ നമ്മളെല്ലാം നാട്ടിൽ പോകണ്ടതല്ലേ? അതിനുവേണ്ടി ഇവിടെ പണിക്കാരെ നിർത്തേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ മനസ്സിലായില്ലടാ അരമന വിൽക്കുന്നത് എന്തിനാണെന്ന്. ഇവറ്റകളെ തിന്ന് തീർക്കുന്നതിന് മുമ്പ് ഫോട്ടോ കണ്ടുപിടിച്ച് നമുക്ക് നമ്മുടെ വിഹിതം വാങ്ങിച്ചെടുക്കണം. ആരെ പിടിക്കാനാ മോളെ ഓടുന്നത്? അയ്യോ പാവം. അല്ല, നിന്റെ മോളെ എന്താ ഡോക്ടറെ ഒന്നും കാണിക്കാത്തെ? ഒക്കെ കാണിച്ചു മുതലാളി, ഒരു പ്രയോജനമില്ല. എന്തുമാത്രം കാശ് അതിനു വേണ്ടി ചെലവാക്കിയേ. എന്നെ പിടിക്കാൻ പറ്റുമോ നോക്ക്. എന്നെ പിടിക്കാൻ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. വലിയ മുറിവാണോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർ നോക്കുന്നുണ്ട്. എന്താ ചേട്ടാ പെട്രോൾ പമ്പിൽ മീറ്റർ നോക്കുന്ന പോലെ സൂക്ഷിച്ച് നോക്കുന്നത്? അത് ശരി. ഇവന്മാരൊക്കെ എന്താ ഇവിടെ? ഉണ്ടായിരുന്ന പാചകക്കാരൻ ഒന്നും പറയാതെ പോയിക്കോ. പാചകം അറിയാന്ന് പറഞ്ഞ് വന്നു. 2 ദിവസത്തെ കാര്യമല്ലേ, നിക്കട്ടെ എന്ന് ഞാനും കരുതി. മുമ്പത്തെ പോലെ അല്ല, ഇപ്പൊ നല്ലവനാ. മുമ്പത്തെ പോലെ അല്ല, ഇപ്പൊ നല്ലവനാ.
ഈശ്വരി മാഡം, എന്തിനാ എല്ലാരും എന്റെ ചുറ്റും നിൽക്കുന്നേ? മുതലാളി, എനിക്ക് എന്താ പറ്റിയേ? അത് തന്നെയാ മനുഷ്യ ഞങ്ങൾക്ക് മനസ്സിലാവാത്ത ഈശ്വരി മേഡം വിളിക്കുന്ന മുതലാളി. നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഈശ്വരി മാഡം, നിങ്ങളെ ഇപ്പോഴാണ് ഞാൻ സാരി ഉടുത്ത് ആദ്യമായിട്ട് കാണുന്നത്. സാരി ഉടുത്തപ്പോ സാക്ഷാ മഹാലക്ഷ്മിയെ പോലുണ്ട്. ചൈനീസ് പടത്തിലെ തിരിപ്പം വച്ച വില്ലിയെ പോലൊരു മുഖം. എവളാണ് മഹാലക്ഷ്മി? തലയ്ക്ക് മുറിവേറ്റത് കൊണ്ട് അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ മറന്നിരിക്കുന്നു. സംസാരം കേട്ടിട്ട് അടുത്ത കാലത്തുള്ള കാര്യങ്ങൾ മാത്രമല്ല മുഴുവൻ കാര്യങ്ങളും മറന്നു. 25 വർഷം പുറകോട്ട് പോയി. കുറച്ചു കാലം കഴിയുമ്പോൾ താനെ ശരിയായിക്കോളും. ഇതിനുവേണ്ടി നിങ്ങൾ അനാവശ്യമായി കാശ് ചെലവാക്കണം എന്നില്ല. സ്ലോ ആയിട്ട് റിക്കവർ ആയിക്കോളും. ഈശ്വരി മാഡം, എനിക്കൊന്നുമില്ല. നിങ്ങൾക്ക് റെസ്റ്റ് എടുത്താട്ടെ, ഞാൻ എന്റെ ജോലി നോക്കട്ടെ. അയ്യോ, ഞാൻ നിങ്ങളുടെ ഭാര്യ, നിങ്ങൾ എന്നെ ഓ, മേഡത്തിന് എന്നെ ജീവനാണെന്നറിയാം. പക്ഷേ ഒച്ചത്തിൽ മാത്രം സംസാരിക്കരുതേ. നിങ്ങളുടെ ചേട്ടന്റെ ചെവിയിൽ ഇതെത്തിയാൽ നമ്മുടെ ലവ് ലീക്കാകില്ലേ? ഇയാൾ എപ്പോഴാണ് പ്രേമിക്കാൻ തുടങ്ങിയിരിക്കുന്നത്? അപ്പൊ 2040 ആവുമ്പോഴേ ഇവന്റെ തന്തയാവുള്ളായിരിക്കും. എല്ലാവർക്കും തലയിൽ അടി കിട്ടിയ പഴയതൊക്കെ മറന്നു പോകും. ഇങ്ങേര് പുതിയതൊക്കെയാ മറന്നു പോന്നെ. മുരിങ്ങക്ക കഴിച്ച മൂട് വരുമെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ മുരിങ്ങക്കേ മൂട് വന്നെന്ന് തോന്നുന്നു. നാളെ രജിസ്ട്രേഷൻ നടത്താനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞാലുടൻ നിങ്ങളെ പറഞ്ഞാൽ നിങ്ങളെ പറ്റി എനിക്ക് അറിയില്ല അശോകൻ സാറേ. എന്നാ പിന്നെ വിൽപത്രം തന്നാലേ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ശരിയായിക്കോളാം. മായ, നീ ആ ഡോക്യുമെന്റ് എടുത്തോണ്ട് വാ. എന്ത് പറ്റി? എന്താ സംഭവിച്ചത്? അയ്യോ, എന്താ ഈ റൂമിൽ ഇങ്ങനെ വെള്ളം? എന്താ മോളെ ഈ വെള്ളം? അറിയില്ല ബ്യൂറോയുടെ അകത്ത് മുഴുവൻ വെള്ളമായിരുന്നു. മോഡലിലെ പൈപ്പ് ലൈൻ പൊട്ടിയതാ. അതിൽ നിന്നായിരിക്കും ബ്യൂറോയിലേക്ക് വെള്ളം ഇറങ്ങിയത്. അയ്യോ, പ്രമാണം മുഴുവൻ വെള്ളത്തിൽ കുതിർന്നു പോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? പ്രമാണം റെഡിയാക്കാൻ 2-3 ആഴ്ചകൾ എടുക്കും. നിങ്ങൾ നാട്ടിൽ പോയിട്ട് വരൂ, അപ്പോഴേക്കും ഞങ്ങൾ റെഡിയാക്കി വെക്കാം. നാട്ടിൽ പോയിട്ട് വരുന്നൊന്നും നടക്കുന്ന കാര്യമല്ല. വേണ്ട, രജിസ്റ്റർ ഓഫീസിൽ എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്. നേരിട്ട് പോയ 2 ദിവസത്തിൽ സംഗതി റെഡിയാക്കാം. വന്ന സ്ഥിതിക്ക് തീർത്തിട്ട് പോകുന്നതാ നല്ലത്. അതാ നല്ലത്. വാ പോകാം. മുരളിക്ക് അത്യാവശ്യമായിട്ട് പോണമെന്നുണ്ടോ? അതെ, പോയാ വേഗം ജോലി തീർത്തിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാലോ. എന്താ? എനിക്കെന്തോ ഇവിടെ നടക്കുന്നതൊക്കെ കണ്ടിട്ട് പേടിയാവുക. പേടിയോ? മുരളിയും കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ഈ വീട്ടിൽ ഇത്രയും പേരില്ലേ? 2 ദിവസത്തിനുള്ളിൽ ഞാൻ വരില്ലേ? അതുവരെ വേണ്ടാത്തൊക്കെ ചിന്തിച്ച് കൺഫ്യൂസ് ആകാതെ റിലാക്സ്ഡ് ആയിട്ടിരിക്കേ. ഓക്കെ? അത്യാവശ്യമായിട്ട് ഡൽഹി വരെ പോയതുകൊണ്ട് നിങ്ങൾ നേരിട്ടൊന്നും ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. അനിയത്തിയുടെ നിശ്ചയത്തിന് നിങ്ങൾ എല്ലാവരും വരണം. തീർച്ചയായും ഞങ്ങൾ കുടുംബസമേതം വന്നിരിക്കും. നിങ്ങൾ രജിസ്ട്രേഷൻ കാര്യമൊക്കെ നോക്കാം. ഇറങ്ങാല്ലേ? പോവാം.